പരിശുദ്ധനാ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവരോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ദൈവിക പുത്രത്തിന് വിരുദ്ധം, പാപം ചെയ്യുന്നവരെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ.
മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനുമല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആകുന്നു. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. അവനെ കൊല്ലുവാൻ സന്നദ്ധീർത്ത് തന്റെ പ്രവൃത്തി ദോഷവും സഹോദരനേത് നീതിയുള്ളതുമാകൊണ്ടത്രേ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവരെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാൻ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അഭിമായി പാർക്കുമോ? Hallelujah.
Paveyanunu
Amen.
സ്തോത്രം ചെയ്തു
Osho, Kulishma.
അന്ത്യസ്കോസിന് വേണ്ടിയും സത്യവിശ്വാസികളെ ശേഷമാർക്ക് വേണ്ടിയും മാത്രം ഭയങ്കരമായ സമയത്ത് ദൈവമാരുടെ നാമം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. Adánia,
Amen.
പ്രതികൂലതകളിൽ നിന്നും അവർ കാത്തുകൊള്ളപ്പെടുന്നതിന് വേണ്ടി ദൈവരാജ്യത്തിന്റെ അവകാശികളാകുന്നതിന് വേണ്ടിയും എല്ലായ്പ്പോഴും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി
തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എന്റെ മാതൃകയായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവയുടെ വികാരി, എന്റെ പ്രിയ വിദ്യാർത്ഥിയുമായിരിക്കുന്ന സ്നേഹമുള്ള ബിജു ശോഭലച്ചൻ, ഇടവ യൂണിവേഴ്സിറ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നവരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ജന്മത്തിനാളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. രക്ഷയുടെ മഹാവസന്തത്തിലേക്ക്, പ്രകാശത്തിന്റെ നിത്യ സ്രോതസ്സിലേക്ക്, മനുഷ്യാവതാരത്തിന്റെ ദിവ്യമായ മർമ്മങ്ങളിലേക്ക് നമ്മുടെ സഞ്ചാരം അടുത്തടുത്ത് കടന്നു വരികയും നാം ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ തിരുവവതാര രഹസ്യത്തെ, the mystery of the incarnation of Jesus Christ, ക്രിസ്തുവിന്റെ മനുഷ്യാവതാര നിയോഗത്തെ പരിശുദ്ധ അമ്മയോട് അറിയിക്കുന്ന അറിയിപ്പിന്റെ ഞായറാഴ്ചയായിട്ടാണ് പിതാക്കന്മാരാൽ ഈ വേദഭാഗം ക്രമീകരിക്കപ്പെടുക. ഒരുപക്ഷെ സ്വർഗത്തിലെ മാലാഖയുടെ ഈ ചോദ്യവും പരിശുദ്ധ അമ്മയുടെ പ്രതികരണവും വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും അതിനെ അർഹിക്കുന്ന ഗൗരവത്തിൽ നാം വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ യൗവനയുക്തയായ ഒരു പെൺകുട്ടിയോട് ദൈവം തന്റെ നിയോഗത്തെ അറിയിക്കുകയാണ്. തന്റെ ഏകജാതനെ ഉദരത്തിൽ വസിക്കുവാനുള്ള നിയോഗത്തെ പറ്റി അവളെ ബോധ്യപ്പെടുത്തുകയാണ്. This is not a casual moment in her life, but this is a crucial moment in her life. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, we are very expert to handle the casual moments in our life. We are very systematic. We schedule each and every phases of the management of the moments of our life. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും നമ്മൾ വളരെ സൂക്ഷ്മമായി ക്രമീകരിച്ചിട്ടുണ്ട്. And how to handle the crucial moments in our life. ഈ വിശുദ്ധ വേദഭാഗം നമ്മെ ഓർമ്മിക്കുന്ന വളരെ നിർണായകമായ മുഹൂർത്തമാണ്. തന്റെ സ്വപ്നങ്ങൾ ബാക്കി കിടക്കുന്നു, തങ്ങളുടെ പ്രതീക്ഷകൾ ബാക്കി കിടക്കുന്നു. ഒരു സമൂഹം തന്നെ ഒറ്റപ്പെടുത്തുവാനായി നോക്കി നിൽക്കുന്നു. മരണം തന്നെ വഴിമാറ്റം നിൽക്കുന്നു. എങ്ങനെയാണ് how I take a decision? ആ തീരുമാനം എങ്ങനെയാണ് എടുക്കുവാൻ കഴിയുക? ഈ നിമിഷത്തെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, നമ്മളെല്ലാവരും നമ്മെ പറ്റി ചിന്തിക്കുന്നവരാണ്. നമ്മെ പറ്റി ചിന്തിക്കാത്തവരെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റില്ല. നമ്മെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടവരാണ്. പക്ഷെ മറിയാം ഒരു നിമിഷമെങ്കിലും തന്നെ പറ്റി ചിന്തിച്ചുവെങ്കിൽ മനുഷ്യാവതാര മർമ്മത്തിന് വേണ്ടി മറ്റൊരു കാമി സഹതാർമ്മികത്വം, മറ്റൊരു സാന്നിധ്യം അന്വേഷിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ മറിയാം തന്നെ പറ്റി ചിന്തിക്കാതെ ലോകത്തെ പറ്റി, ലോകത്തിന്റെ വീണ്ടെടുപ്പിനെ പറ്റി ചിന്തിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ജീവിക്കുന്ന ഈ ജീവിത പശ്ചാത്തലം I don't care. മറ്റുള്ളവരെ പറ്റി നമുക്ക് വലിയ വലിയ ബോധനയൊന്നുമില്ല. നമ്മൾ സ്പെഷ്യൽ സോണിലും സേഫ് സോണിലും നമ്മുടേതായിട്ടുള്ള സ്പേസിലും മാത്രം ജീവിക്കുവാനൊക്കെ വേണം ആഗ്രഹിക്കുന്നവരാണ്. സോ നാം നമ്മുടെ ഇടങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ our dreams, our expectations, ഇതിനൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തെ പറ്റി ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു അമ്മയെ പറ്റിയാണ് ധ്യാനിക്കുക. മറിയം തന്നെ പറ്റി ചിന്തിക്കുമ്പോൾ she is in a danger zone. വളരെ ഡേഞ്ചർ സോണാണ്. നമ്മളിപ്പോൾ സെലിബ്രിറ്റി കൾച്ചറിലാണ് ജീവിക്കുന്നത്. നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ മത്സരത്തിന് പോയിട്ട് നമ്മോട് പറയുന്നു, പ്ലീസ് സെൻഡ് the SMS to a particular format. For what? To avoid my danger zone. To avoid my. So SMS sending messages become an answer to avoid certain kinds of danger zones. We are always ready to be in the safe zones.
participate in the incarnation of our Lord Jesus Christ. ക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തിന്റെ വാതിലുകൾ തുറക്കുവാൻ, ക്രിസ്തുവിന്റെ രക്ഷാകര സുവിശേഷത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ, she is ready to be in the danger zone, and she takes a crucial decision. വളരെ crucial ആയിട്ടുള്ള ആ തീരുമാനമെടുക്കുകയാണ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, and humble servant of yours. നിന്റെ ഇഷ്ടം പോലെ തന്നെ എന്നിൽ ഭവിക്കട്ടെ. Thy will be. നിന്റെ ഇഷ്ടം അത് എന്നിൽ പൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമ്പോൾ that's the decision. പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ചയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കാഷ്വൽ മൊമെന്റ്സ് മാത്രമല്ല ഉള്ളത്, ചില ക്രൂഷ്യൽ മൊമെന്റ്സ് ഉണ്ട്. ഈ ക്രൂഷ്യൽ മൊമെന്റ്സിൽ പലപ്പോഴും നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ പലപ്പോഴും കൃത്യസമയത്ത് ഒരു ഡിസിഷൻ എടുക്കാറുമില്ല. അതുകൊണ്ട് ഈ നിമിഷങ്ങളൊക്കെ വളരെ വളരെ സങ്കീർണമായി മാറുകയാണ്. ഈ ആദ്യത്തെ ചുവട് വെക്കുന്നവന് മാത്രമേ അടുത്ത ചുവട് വെക്കാൻ പറ്റൂ. ഏറ്റവും ഉച്ചരിക്കുന്നവന് മാത്രമാണ് ബി പഠിക്കാൻ പറ്റുക. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മുടെ കുട്ടികൾ ചൈൽഡ് കെയറിംഗ്, അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ അതിന് വളരെ ശ്രദ്ധയോടെ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നവരാണ്. നമ്മുടെ കുട്ടികളൊക്കെ പലപ്പോഴും ഇപ്പൊ നടക്കാൻ താമസിച്ച നടക്കുന്നത് എന്തെന്നറിയാമോ? ഇനി അത് നടന്നു തുടങ്ങിയ ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത്. അത് അവസാനം വരെ അവർ മെയിൻറ്റെയിൻ ചെയ്യും. എന്താണ് അവർ നടന്നു തുടങ്ങാൻ താമസിക്കുന്നത്? ഇനി നടന്നു തുടങ്ങിയാൽ ഇത്രയും സ്പീഡ് അവർക്ക് എന്തുകൊണ്ടാണ് പറയാമോ? അപ്പനും അമ്മയും നടത്തു വെച്ച് നിർത്തിയിട്ട് വേണ്ട നടക്കാൻ. ആദ്യത്തെ ചൂട് വെച്ചിട്ട് വേണ്ട അടുത്ത ചൂട് വെക്കാൻ. പക്ഷെ ആദ്യത്തെ ചൂട് വെക്കുമ്പോൾ അമ്മ വീഴാതെ നടന്ന എത്ര മഹാന്മാരെന്നെ കേൾക്കുന്നുണ്ട്. കൈ നോക്കാം. മുട്ടുപൊട്ടാതെ നടന്ന ആരെന്നെ കേൾക്കുക? നടക്കാൻ തുടങ്ങുന്നവൻ വീഴും, നടക്കാൻ തുടങ്ങുന്നവനെ മുട്ട് 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 ചെയ്യുന്നു. പക്ഷെ നമ്മൾ അത്തരം ക്രൂഷ്യൽ മൊമെന്റ്സിനെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ we are so anxious, we are so caring. വളരെ സൂക്ഷ്മതയോടെ നാം ആ നിമിഷങ്ങളെ ഹാൻഡിൽ ചെയ്യുക. അതുകൊണ്ട് നടക്കാൻ വൈകും. അപ്പൊ ഡോക്ടർ പറയും വോക്കർ കൊടുത്തോളാൻ. കൊടുത്തോളാൻ പിന്നെ നടത്തം എന്നതല്ല വോക്കറിന്റെ സ്പീഡ് ഇറ്റ്സ് നോട്ട് എ നാച്ചുറൽ സ്പീഡ്. അപ്പൊ ജീവിതത്തിലെ മൊത്തം സ്ഥലങ്ങളിൽ പിന്നെ ആ സ്പീഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നോട്ട് ദ നാച്ചുറൽ സ്പീഡ്, ദ വോക്കർ സ്പീഡ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ത്രൂ ഔട്ട് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി സംസാരിക്കുന്നത് ഇപ്പോഴും വലിയ വിഷയമാണ്. കുട്ടികൾ വർത്താനം പറയാൻ പറയും. അതങ്ങനെ പരിപാടികളൊക്കെ നിൽക്കുമ്പോൾ പല മാതാപിതാക്കളും പരിപാടി തിരുമേനിക്ക് ബുദ്ധിമുട്ടിൽ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് അടച്ച് ക്ലിപ്പിട്ടുണ്ട് അവര്. തിരുമേനിക്ക് ഒരു ബുദ്ധിമുട്ട്. ഈ അടച്ച് ക്ലിപ്പിട്ടൊരു തലമുറ എങ്ങനെ സംസാരിക്കുന്നു, എവിടെ സംസാരിക്കുന്നു? സോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ നിമിഷങ്ങളെ പറ്റി ഒരു തീരുമാനം എടുക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെയാണ് ഞായറാഴ്ച പറഞ്ഞത് അറിയാം. She easily handled the crucial moments of her life. അവൾക്ക് അവളുടേതായ ചോദ്യങ്ങളുണ്ടായി. അവൾ ദൈവത്തിന്റെ ദൂതനോട് ചോദ്യങ്ങൾ ചോദിച്ചു. പുരുഷനെ അറിയാതെ എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ? നമുക്കിപ്പോ ക്വസ്റ്റ്യനും ആൻസറും ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. എന്താണ് ഒബ്ജക്റ്റീവ്? ഒന്നി കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വെളുപ്പിക്കുക. സ്വന്തം അപ്പൻ ആരാന്ന് ചോദിച്ചാൽ രണ്ട് കുളു വേണം. നമ്മുടെ ഉത്തര സംസ്കാരം അത്തരത്തിലാണ്. തന്നെയല്ല നമുക്ക് മറ്റുള്ളവരോട് എന്തെങ്കിലും ചോദിക്കാൻ ഭയമാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഇത് ചോദിച്ചാൽ മുഴുവൻ പ്രശ്നം തീരും. വൈകി വരുന്ന ഭർത്താവ് എന്തിനാ വൈകി വരുന്ന ചോദിക്കണമെന്നുണ്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിക്കാത്തപ്പോ the speculation playing in that, അതിലേക്ക് നമ്മൾ അങ്ങനെ അതുകൊണ്ടായിരിക്കും പുള്ളി താമസിച്ചത്. പാവത്താൻ ബ്ലോക്കിൽ കിടന്നുകൊണ്ടായിരിക്കും
Maryam, she avoided all kinds of speculations. ദൈവത്തോട് ധൈര്യപൂർവ്വം ചോദിക്കുകയാണ്, പുരുഷനെ അറിയാൻ എന്ത് എങ്ങനെയാണ് സംഭവിക്കുക? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച പ്രസംഗം ദീർഘിപ്പിക്കാൻ പാടില്ല. ഞാനിത് പറയാൻ ശ്രമിച്ചത് ഞായറാഴ്ച. Yes, we are very expert to handle the casual moments, how to handle the crucial moments in our life. നമ്മുടെ ജീവിതത്തിന്റെ സങ്കീർണമായ നിമിഷങ്ങൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സങ്കീർണതകൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ രൂപം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അയച്ചു. പത്തനാപുരം അവളുടെ പാർവതരായ ഭദ്രാശ്രമത്തിലെ ദേവനായിരുന്ന കടൽ ചെയ്ത യോഗമാർ മനസ്സിന്റെ ഓർമ്മയായിരുന്നു. ആ പുണ്യപിതാവിനെ പ്രത്യേകമായി ദിവസങ്ങളിൽ ഓർക്കാം, മധ്യസ്ഥ പ്രാർത്ഥിക്കുകയും ചെയ്തു. Sachi
സത്യവിശ്വാസികളായ ദാസീദാസന്മാർക്കായി നൽകപ്പെടുന്നു. Amen.
ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാത്സല്യ
പ്രാപിച്ചിരിക്കുന്നു. വാഴ്വോടും അനുഗ്രഹങ്ങളോടും യാത്രാഭക്ഷണത്തോടും കൂടെ മഹനീയ തത്വത്തിന്റെ കൃത്യത്തിന് കരണിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ പരിപേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകും. പുരസ്സരും സമീപസ്ഥരും ജീവനും മരിച്ചവരും കർത്താവായ യേശുമിശിഹായുടെ ജയപ്രവസ്ഥയിൽ അന്വേഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ പുഷ്പയാൽ മുദ്രയിട്ടവരുമേ, ഈ ദൃഢ ഞങ്ങളെ ക്ഷണിക്കും, പാപങ്ങളെ മോചിക്കും, വാങ്ങിപ്പോടാ മാത്രമേ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ വിലക്കലും പാപിമാദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ അനുഗ്രഹങ്ങൾ കരുണയിൽ കണ്ടെത്തപ്പെടേണ്ടത് നമ്മൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോവുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. The Lord is my shepherd. I shall not want. He leads me lie down in green pastures. He leads me beside still waters. He restores my soul. He leads me in the paths of righteousness. For His name's sake. Even though I walk through the valley of the shadow of death, I will fear no evil. For you are with me. Your rod and your staff, they comfort me. You prepare a table before me in the presence of my enemies. You anoint my head with oil. My cup overflows. Surely goodness and mercy shall follow me all the days of my life. And I shall dwell in the house of the Lord forever. Amen. Our Father who art in heaven, Hail Mary, full of grace, ദൈവനാമത്തിനായിരിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ ആരാധനയെ വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചത് പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് റിയൽ സഭയുടെ വൈദിക ട്രസ്റ്റിയായിരിക്കുന്ന വന്ധ്യനായ ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമേലസനാണ്. സജീഷൻ എന്ന സ്നേഹത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും വിളിക്കുന്ന സജീഷനാണ് ഇന്നത്തെ വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചത്. അച്ഛൻ്റെ സ്വദേശം ചെങ്ങന്നൂർ ആരാമൺ സെന്റ് മേരീസ് ദേവാലയമാണ്. അച്ഛൻ ഇപ്പോൾ വികാരിയായിട്ടിരിക്കുന്നത് നെല്ലിമല്ല ഗ്രിഗോറിയോസ് ദേവാലയത്തിലാണ്. അച്ഛൻ കോട്ടയം പഴയ സെമിനാരിയിലും അതുപോലെ തന്നെ നാഗ്പൂർ സെന്റ് തോമസ് സെമിനാരിയിലും അധ്യാപകനായിട്ട് അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. നല്ല പ്രഭാഷകൻ, അതുപോലെ തന്നെ പരിശുദ്ധ സഭയെ നയിക്കുന്നതിൽ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും തൻ്റെതായ വ്യക്തമായ നിലപാടോടുകൂടെ ശബ്ദത്തോടുകൂടെ പരിശുദ്ധ സഭയെ വളരെ ഭംഗിയായി മുന്നോട്ട് നയിക്കുകയാണ്. വൈദിക ട്രസ്റ്റിയായതിനു ശേഷം അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഏഷ്യൻ പസഫിക് ഭദ്രാസനം ഉണ്ടായതിനു ശേഷം സഭയുടെ നേതൃത്വം ധരിക്കുന്ന ഒരാൾ വരുന്നത് ആദ്യമായിട്ടാണ്. ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ആദരവോടെ അതിനായ അമേലസിനെ നമ്മുടെ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ വിശുദ്ധ ബലി അർപ്പിച്ച് അനുഗ്രഹിച്ചുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഞാനും അച്ഛനും ഒരേ സമയത്താണ് സെമിനാരിയിൽ പോയത്. ഞാൻ പഠിക്കാൻ പോയി, അച്ഛൻ പഠിപ്പിക്കാൻ വന്നു. 2006 അച്ഛൻ സെമിനാരി അധ്യാപകനായിട്ട് വന്നത്. ഏകദേശം 5 വർഷം എൻ്റെ അധ്യാപകനായിട്ട് ഉള്ള നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അങ്ങനെ പറയാനായിട്ട് കാരണം സെമിനാരി അധ്യാപകർ എന്ന് പറയുമ്പോൾ ആ കോറിഡോറിലൂടെ വരുമ്പോൾ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഈ കോറിഡോറിലൂടെ അകത്തേക്ക് പോകുന്ന ഒരു പതിവായിരുന്നു. കാരണം എൻ്റെ അധ്യാപകർ ഒസ്താദ് സിൽമേനി, ഈവാനി സിൽമേനി, ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് സിൽമേനി, KM ജോർജ്, അതേപോലെയുള്ള വലിയ വലിയ
മനുഷ്യരായിരുന്നു എൻ്റെ അധ്യാപകർ. അവരോട് സംസാരിക്കാൻ തന്നെ നമുക്ക് പേടിയാണ്. ആ സമയത്താണ് ഈ ജെൻസ് കോളേജിൽ ഒരു ലേഡീസ് വരുന്നത് പോലെയാണ് നമ്മുടെ അമേരസ് ഒന്ന് സംസാരിക്കാൻ ഫ്രീ ആയിട്ട് ഒന്ന് ഇടപെടാൻ ഒക്കെ കാണിച്ച ആ മനസ്സ് വളരെ വലുതാണ്. ഞങ്ങളോടൊക്കെ ഞങ്ങളുടെ എല്ലാ കുട്ടികളോടും വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടുകൂടെ അച്ഛൻ ഇടപെട്ടു. ഇത്രയും ഭംഗിയായിട്ട് സഭയെ നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഒത്തിരി ആദരവ്, ഒത്തിരി സ്നേഹം ഞങ്ങളുടെ ഈ സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ പേരിൽ അർപ്പിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം മനോഹരമായ ധ്യാനം നയിച്ചു വിശുദ്ധ ബലി അർപ്പിച്ച് അനുഗ്രഹിച്ച അച്ഛന് മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യും. സ്നേഹിക്കപ്പെട്ടിരിക്കുന്നവരെ, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത്. അത് ഓസ്ട്രേലിയയിൽ വരാൻ കഴിഞ്ഞു എന്നതിൻ്റെ അമ്പരപ്പല്ല. ഓസ്ട്രേലിയയിൽ ദേവലോകം അതിനേക്കാൾ കൂടുതലുള്ള സ്ഥലത്തൊരു ദേവാലയം നിർമ്മിക്കപ്പെട്ട് ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് കാണുന്നതിൻ്റെ അഭിമാനമാണ് എനിക്കുള്ളത്. ക്രിസ്ത്യൻ സെന്റ് ജോർജ് ഇടവക ഇത്ര വിശാലമായ സ്ഥലത്ത് ഇത്ര വിശാലമായ സൗകര്യത്തോടുകൂടി ക്രമീകരിക്കപ്പെട്ട ഒരു ഇടവകയാണെന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടുള്ള അവസരം കൂടിയായിരുന്നു ഈ സന്ദർശനം. ഞങ്ങളേറ്റൻ പള്ളിയുടെ പെരുന്നാൾ നടത്താനുള്ളതാണ് ഓസ്ട്രേലിയയിലേക്ക് എത്തിയത്. ക്ഷണിച്ചു വെച്ചതിൻ്റെ വളരെ സ്നേഹപൂർവമായ ക്ഷണമാണ് എന്നെ ക്രിസ്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ഇവിടെ വരാനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും ചെയ്യുകയും എൻ്റെ താമസങ്ങൾ മൊത്തം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയും മോളും ഒക്കെ ചേർന്നാണ്. വലിയ സ്നേഹവും കരുതലുമായിരിക്കും നടന്നതും. അച്ഛൻ്റെ ശുശ്രൂഷ ഞാൻ വളരെ അഭിമാനത്തോടാണ് കാണുന്നത് എന്ന് ഗോൾഡ് കോഴ്സിൽ ഞാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ മിനിസ്ട്രിയെ പറ്റി ഒത്തിരി തിയറി ക്ലാസ് എടുത്ത് കൊടുത്തവരാണ്. ഞാൻ ഇച്ചിരി അസൂയോടും കുറ്റബോധത്തോടും കൂടിയൊക്കെയാണ് നിൽക്കുന്നത്. കാരണം ശുശ്രൂഷയ്ക്ക് വേണ്ടി ദീർഘദൂരം സഞ്ചരിക്കുവാനും വളരെ ആക്റ്റീവായ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യാനും കഴിയുന്ന ഒരുപറ്റം യുവ വൈദികർ ഓസ്ട്രേലിയൻ ഏഷ്യ പസഫിക് ഭദ്രാസനത്തിന്റെ അഭിമാനമാണ്. അവരെല്ലാവരും എൻ്റെ വിദ്യാർത്ഥികളാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചും വേറെ അഭിമാനമാണ്. പ്രിയ അച്ഛനോട് വളരെ സന്തോഷമുണ്ട്. അച്ഛനോടും മക്കളോടും ഇവിടെ നന്ദി അറിയിക്കുന്നു. ഈയിടെ ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അവരെല്ലാവരോടുള്ള സ്നേഹവും ബഹുമാനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ഞങ്ങൾ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം അച്ഛൻ എയർപോർട്ട് മുതൽ എന്നെ ബോധവൽക്കരിച്ചു. അച്ഛൻ 15 പേരൊക്കെ കാണും. പക്ഷെ എന്നെ അപരിപ്പിച്ചുകൊണ്ട് വലിയ ജനനിധി ഇവിടെ പങ്കെടുത്തു. അതിനുശേഷം പലരും എൻ്റെ അടുത്ത് വന്ന് അതിനെപ്പറ്റിയുള്ള ഫീഡ്ബാക്കുകളും എനിക്ക് നൽകി. വലിയ സന്തോഷം എനിക്ക് തോന്നി. ഇത് വളരെ പ്രതീക്ഷയായി ഏഷ്യ പസഫിക് ഭദ്രാസനത്തിന്റെ മുതൽക്കൂട്ടായി വളരെയധികം പ്രാർത്ഥിക്കുന്നു. ഒപ്പം പരിശുദ്ധ ബാബാതിരുമേനിയുടെ ഗ്രീറ്റിംഗ്സ് നിങ്ങൾ അറിയിക്കുവാൻ ചുമതലപ്പെടുത്തുന്നത് നിർവഹിക്കുന്നു. സഭാസ്ഥാനികളായ ഞാൻ എവിടെ പോയാലും ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ പ്രോട്ടോകോളില്ല. ഞങ്ങൾ ത്രിമൂർത്തികളാണ്. സഭയുടെ ശ്രീ റോണി വർഗീസ് അബ്രഹാം, അസോസിയേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജുമൻ, ഞങ്ങൾ 3 പേരിൽ ചെന്ന് ഈ ഇടവകയെ അഭിവാദനം ചെയ്യുന്നു. ഈ ഇടവകയുടെ വളർച്ച കണ്ട് സന്തോഷിക്കുന്നു. തുടർന്നും സഭയ്ക്ക് ആകമാനം ഈ ഇടവക മലമേൽ ശോഭിക്കുന്ന വിളക്ക് പോലെ ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിച്ച് ഇടവകയുടെ കരുതലിന് നന്ദി